നമ്മുടെ ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടി CJP. അപ്പോൾ അവർ ജന്തർ മന്ദറിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് 10-15 ദിവസമായിട്ട് അവർ സമരത്തിലാണ്, നിരാഹാര സമരത്തിലാണ്. അപ്പോൾ നിരാഹാര സമരം ഏറ്റെടുക്കാൻ വേണ്ടി പുതുതായി രംഗത്ത് വന്നിട്ടുള്ള നമ്മുടെ സോനം വാങ്ചുക്കാണ്. ഒരു ആളൊരു ഗാന്ധിയനാണ്. നമ്മുടെ 3 Idiots എന്ന് പറയുന്ന സിനിമക്കൊക്കെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു അടിത്തട്ടിൽ നിന്ന് വളർന്നു വന്ന് നമ്മുടെ പുതിയ തലമുറക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ഒരു മനുഷ്യനാണ്. അപ്പം അങ്ങനെയാണ് 10-15 ദിവസമായി, 18 ദിവസത്തോളമായി അദ്ദേഹം നിരാഹാരത്തിലാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ ഇതിനോട് ഒരു അനുഭാവപൂർണ്ണമായ സമീപനം സ്വീകരിക്കുന്നില്ല. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാണ്. ധർമ്മേന്ദ്ര പ്രധാൻ തോന്നുന്നുണ്ട്, ഐ തിങ്ക്. പക്ഷേ ആരും രാജിവെക്കുന്നില്ല. ഒരുപാട് ആക്ടിവിസ്റ്റുകൾ ഇപ്പോൾ തമിഴ് നടനായിട്ടുള്ള ജയപ്രകാശൊക്കെ ചെന്ന് അതിൽ അവരുടെ എന്താ അവർക്ക് സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ CPM അടക്കമുള്ള പാർട്ടിക്കാർ ഇതിൽ സപ്പോർട്ട് അറിയിക്കുന്നുണ്ട്. അതുപോലെ കോൺഗ്രസിൻ്റെയൊക്കെ ചില ലീഡേഴ്സൊക്കെ അതിൽ രംഗത്ത് വന്നിട്ടുണ്ട്. എനിവേ രാഹുൽ ഗാന്ധി ഒന്നും അതിൽ ആ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്തിട്ടില്ല, അവരെ അഭിവാദ്യം ചെയ്തിട്ടില്ല. രാഹുൽ ഗാന്ധി പാരലായിട്ട് മറ്റു ചില കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം നീറ്റ് അടക്കമുള്ള എല്ലാ സകലവിധ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ ഒക്കെ കൊളാപ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നീറ്റ് ഇപ്പോൾ 2-3 തവണയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പരീക്ഷ റദ്ദാക്കുന്നത്. അതിൻ്റെ ഒരു സിറ്റുവേഷൻ അത് പഠിക്കുന്ന, അത് അറിയുന്ന, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കാണ് ആ സിറ്റുവേഷൻ്റെ ഭീകരത സത്യം മനസ്സിലാവുള്ളൂ. അപ്പോൾ നീറ്റ് അടക്കമുള്ള എക്സാം മാത്രമല്ല, വേറെയും ഒരുപാട് എക്സാമുകൾ ഇത്തരത്തിൽ നമ്മുടെ സിസ്റ്റം ഫെയിലിയർ കാരണം ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് അതിന് ഉത്തരവാദപ്പെട്ട മിനിസ്ട്രിയിലെ മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം രാജിവെക്കണമെന്നാണ്. പക്ഷേ രാജിവെക്കുന്നൊരു നില കാണുന്നില്ല. അതുമാത്രമല്ല, അതിനോടൊരു അനുഭാവപൂർണ്ണമായ സമീപനം പോലും സ്വീകരിക്കുന്നില്ല. സോനം വാങ്ചുക്ക് അവിടെ കടന്ന് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ മരിച്ചോട്ടെ എന്നുള്ളൊരു സമീപനമാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. അപ്പോൾ അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ബ്രിട്ടീഷ് സിസ്റ്റത്തിലല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഒരു ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ 1915 മുതൽ 1947 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം നിരവധി തവണ അദ്ദേഹം നിരാഹാരം കടന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ മുന്നിൽ വെച്ച്, ബ്രിട്ടീഷുകാരുടെ മുന്നിൽ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നേടിയെടുത്തിട്ടുണ്ട്. ചമ്പാരൻ സത്യാഗ്രഹവും, കേരള സത്യാഗ്രഹവും, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കും. അങ്ങനെ ഗാന്ധിജിയുടെ ലൈഫിൽ അദ്ദേഹം ഒരു നിരവധി തവണ നിരാഹാര സത്യാഗ്രഹം ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന സമയത്തും ഇതുപോലെ സത്യാഗ്രഹം നടത്തി. അതൊരു നല്ലൊരു മെത്തേഡാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്ത്, ഒരു അഹിംസയിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ള മെത്തേഡിലൂടെ നല്ല കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്ത് അദ്ദേഹം കൊണ്ടുവന്നത്. എനിവേ ഇത് ഗാന്ധിജിയുടെ ഇന്ത്യയല്ല, അത് മാറി. 2013 ഇതൊരു ഗാന്ധിജിയുടെ ഇന്ത്യയാണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത്. ബ്രിട്ടീഷുകാരൊക്കെ അതിനോട് ഇത്തരം നിരാഹാര സമരം ചെയ്യുമ്പോൾ ജനങ്ങളുടെ ഡിമാൻഡാണ് എന്ന് മനസ്സിലാക്കി ഒരു അനുഭാവപൂർണ്ണമായ സമീപനമൊക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ അനുഭാവപൂർണ്ണമായ സമീപനമൊന്നും ഈ മോദി ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. തട്ടിപ്പോയാൽ തട്ടിപ്പോവും, അവർക്കൊന്നും വരാനില്ല, അവരാരും ക്വസ്റ്റ്യൻ ചെയ്യാനുമില്ല. കാരണം ഇപ്പോൾ SIR ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ ആരൊക്കെ അതിൽ വോട്ട് തട്ടിപ്പോയി എന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇനി ഇലക്ഷൻ തന്നെ ജയിച്ച് വരണമെന്നുണ്ടെങ്കിൽ ചില്ലറ പണിയൊന്നും നമ്മുടെ പ്രതിപക്ഷ പാർട്ടിക്കാർ എടുത്താൽ മതിയാവില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അധികാരം കിട്ടാൻ വളരെ എളുപ്പമാണ്. അവരെന്ത് ചെയ്യും, ഇലക്ഷൻ റിഗ് ചെയ്തുകൊണ്ടോ അല്ലാതെയോ എന്ത് ചെയ്യും, അധികാരത്തിലേക്ക് ഒരു ഡെമോക്രാറ്റിക് രൂപത്തിലൂടെ തന്നെ. നമുക്കൊക്കെ പ്രതിപക്ഷ സ്വഭാവമുള്ള, ഇപ്പോൾ എതിർപ്പുള്ള ആളുകൾ വോട്ടേഴ്സിൽ ഉണ്ടാകുമ്പോഴാണല്ലോ എന്ത് ചെയ്യുക, അത് ഇലക്ഷനിൽ പ്രതിഫലിക്കുക. ഇപ്പോൾ ഇലക്ഷനിൽ പ്രതിഫലിക്കാൻ SIR എന്നുള്ള ആൾക്കാരൊക്കെ ഓൾറെഡി ഡിലീറ്റ് ആയി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്നും മെയിൻ ആക്കേണ്ട പണി ആർക്കില്ല, കേന്ദ്ര സർക്കാരിനില്ല. അപ്പോൾ അത് മനസ്സിലാക്കി സോനം വാങ്ചുക്ക് ജീവൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നൈസായിട്ട് നിരാഹാരമൊക്കെ അവസാനിപ്പിച്ച് എന്ത് ചെയ്യുക, ഈ രാജ്യത്ത് നാട് വിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ സെറ്റിൽ ആവുക. അദ്ദേഹത്തെ പോലെയുള്ള കാലിബറുള്ള, കപ്പാസിറ്റി ഉള്ള ആൾക്കാരെ സ്വീകരിക്കാൻ ഒരുപാട് രാജ്യങ്ങളുണ്ടാവും. അവിടെയൊക്കെ പോയി അടിപൊളിയായി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈഫിന് നല്ലതാണ്. അല്ലാതെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിൽ അനുഭാവപൂർണ്ണമായ സമീപനം എടുത്ത് നമ്മൾ അവസാനിപ്പിക്കാം, നമുക്ക് ഇതൊക്കെ പരിഹരിക്കാം എന്നുള്ള ചർച്ച പോലും ചെയ്യാൻ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. ബ്രിട്ടീഷുകാരേക്കാൾ വളരെ മോശം ഗവൺമെൻറ്റാണ് നമ്മുടെ സിസ്റ്റത്തിലുള്ളത്. ഉദാഹരണത്തിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇപ്പോൾ 10-60-65 രൂപക്കൊക്കെയാണ് നമ്മുടെ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ പ്യുവർ പെട്രോളും പ്യുവർ ഡീസലും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കിട്ടുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് തന്നെ 110-115 രൂപക്കാണ് നമുക്ക് പെട്രോൾ കിട്ടുന്നത്. അതും എന്താണ്, 20% എത്തനോൾ കലർന്നിട്ടുള്ള പെട്രോളാണ്. ഇപ്പോൾ റീസെൻ്റായി നമ്മുടെ ഗഡ്കരി പറഞ്ഞ എന്താണ്, നിങ്ങൾക്ക് പ്യുവർ പെട്രോൾ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രൈസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്രോൾ വാങ്ങാം, അല്ലാതെ എത്തനോളിനെ കുറ്റം പറഞ്ഞ് അത് മാറ്റിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ പ്യുവർ പെട്രോളിന് ശരിക്കും ഇപ്പോൾ 150-160 ഒക്കെ ആയിട്ടുണ്ടാവും ചിലപ്പോൾ. എനിവേ ഇങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം പോകുന്നത്. അപ്പോൾ ജനങ്ങളെ കൊള്ളയടിക്കുന്നുണ്ട്, ടാക്സ് ടെററിസം തന്നെ നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ അതിനൊന്നും
പരിഗണിക്കേണ്ട ആവശ്യം ഗവൺമെൻറ്റുകൾക്കില്ല, സിസ്റ്റത്തിനില്ല. പിന്നെ നമ്മുടെ ഓരോ സിസ്റ്റം, ഓരോ കാര്യം ഗവൺമെൻറ്റിൻ്റെ ഓരോ മെഷേഴ്സ് എടുത്ത് നോക്കിയാൽ തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് സോനം വാങ്ചുക്കിനെ പോലെയുള്ള ആൾക്കാരോട് പറയാനുള്ളത്, നിരാഹാരമൊക്കെ അവസാനിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, വേഗം സെറ്റിലാവാൻ നോക്കുക. ഇവിടെ നിന്നിട്ടൊന്നും ആരും ഇവരൊന്നും പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള ശ്രമം എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മുടെ അഭിജിത്ത് ദീപ്കെ, അദ്ദേഹത്തോട് പറയാനുള്ള, അപ്പോൾ അദ്ദേഹം രാഹുൽ ഗാന്ധി ഒരാത്തയിലൊക്കെ വിമർശിച്ച രൂപത്തിലുള്ള പ്രസ്ഥാനമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ മുൻകാലങ്ങളിൽ അദ്ദേഹം 14,000 കിലോമീറ്ററോളം രാഹുൽ ഗാന്ധി തെക്ക് വടക്ക് നടന്ന സമയത്ത് അതൊരു ട്രാവലോഗാണ് എന്ന് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ആക്ടിവിസം നടത്തുക എന്നുള്ളത് ചില്ലർ പണിയൊന്നുമില്ല. ഇപ്പോൾ ഫോണിൽ നിന്നായിട്ട് എന്ത് ചെയ്യാം, ആർക്കും പ്രൊട്ടസ്റ്റ് ചെയ്യാം. ഇപ്പോൾ CJP ഒക്കെ എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ ആ ഒരു സംവിധാനം രൂപപ്പെട്ടത് തന്നെ എങ്ങനെയാണ്, ക്ലിക്ക് വിസത്തിലൂടെയാണ്. അതായത് ഫോണിലൂടെ എന്ത് ചെയ്യുക, ആക്ടിവിസം നടത്തുക. പക്ഷേ നേരിട്ട് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അത് നടത്തി എടുക്കുക എന്നുള്ള കുറച്ച് ചില്ലർ പണിയൊന്നും പോരാ, ചില്ലറ ഗഡ്സൊന്നും പോരാ. അപ്പോൾ രാഹുൽ ഗാന്ധിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. രാഹുൽ ഗാന്ധി ഇതൊക്കെ വളരെ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അന്ന് BJP അടക്കമുള്ള സംവിധാനത്തോടൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലം കൂടിയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെ ആയത്. എനിവേ, ഏതായാലും CJPക്ക് എത്ര കാലം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ ഒരു ഹൈക്ക് ഇനി അടുത്തൊരു ഇലക്ഷൻ വരുന്ന സമയത്ത് ജനങ്ങൾക്ക് ആൾക്കാരെ പിടിച്ചാൽ മതി. മനസ്സിലായോ? സിസ്റ്റത്തിന്, ഗവൺമെൻറ്റിന് ആൾക്കാരെ പിടിച്ചാൽ മതി. അടുത്തൊരു ഇലക്ഷൻ വരാം. ഇനിയിപ്പോൾ ഉത്തർപ്രദേശ് ഇലക്ഷൻ വരാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ CJP എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനം ഉയർത്തിപ്പിടിച്ച ആശയത്തിന് എത്ര വേരോട്ടം കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നിരക്ഷരരായ ആൾക്കാരാണ് അവരൊക്കെ, ബഹുഭൂരിഭാഗവും റൂറൽ പീപ്പിൾസാണ്. അവർക്കിപ്പോൾ ഇവിടെ നീറ്റ് എക്സാം ക്യാൻസൽ ചെയ്തതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സാം ക്യാൻസൽ ചെയ്തതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമല്ല. അവർക്ക് വല്ല പുതിയ വല്ല മതവിഷയങ്ങളോ വർഗീയ വിഷയങ്ങളോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ അവരെ എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. എനിവേ, ഇനി എന്താണ് അദ്ദേഹത്തിനൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന് എന്ത് ചെയ്യാം, നമുക്ക് കാത്തിരുന്ന് കാണാം. സോനം വാങ്ചുക്ക് നമ്മുടെയൊക്കെ രാജ്യത്തിൻ്റെ വലിയ പ്രതീക്ഷയാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ അതിലേറെ മോശപ്പെട്ട ആളുകളായതുകൊണ്ട് തന്നെ നമുക്കിതിൽ വലിയ പ്രതീക്ഷയൊന്നും വെക്കാനും പറ്റില്ല.